കാളിദാസപ്രസാദം ഡോക്ടർ കെ.വി. തോമസ് അവഗണിക്കപ്പെട്ട ഒരു ശാകുന്തള പരിഭാഷ ഭാഷാഭൂഷണിയിൽ നിന്ന്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ ലോകപര്യടനം ആരംഭിക്കുന്നത് 1989-ലാണ്. ഭാഷാശാസ്ത്രജ്ഞനും ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകനും കൊൽക്കത്തയിൽ സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്ന സർ വില്യം ജോൺസ് ആ നാടകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. അപ്രതീക്ഷിതമായ തുടർചലനങ്ങളാണ് ആ പരിഭാഷ സൃഷ്ടിച്ചത്. 2 വർഷത്തിനുള്ളിൽ 1791-ൽ അതിൻ്റെ ജർമ്മൻ പരിഭാഷ വന്നു. ശാകുന്തളത്തിൻ്റെ മഹിമാതിരേകത്തിനു മുൻപിൽ തൊഴുകൈകളോടെ നിന്നു വിശ്വമഹാകവി ഗീതെ. ഇങ്ങനെ പറഞ്ഞു: സംവത്സരാരംഭത്തിലെ പുഷ്പങ്ങളും സംവത്സരാവസാനത്തിലെ ഫലങ്ങളും ആത്മാവിന് മോഹത്തെയും ആനന്ദപരിവേശത്തെയും നിർവൃതിയെയും സംതൃപ്തിയെയും ജനിപ്പിക്കുന്ന സകലവും എന്നുവേണ്ട ഭൂലോകവും സ്വർലോകവും കൂടിയും ഒരു നാമത്തിൽ യോജിപ്പിക്കപ്പെടണമെങ്കിൽ ശാകുന്തളം എന്ന് പറഞ്ഞാൽ മതി. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. തുടർന്നുണ്ടായത് ചരിത്രമാണ്. താരതമ്യ സാഹിത്യ പഠനങ്ങളുടെ ഒരു മഹാപ്രവാഹമുണ്ടായി. ഭാരതത്തിൻ്റെ അന്യാദൃശമായ സാംസ്കാരിക ഗരിമയിലേക്ക് പാശ്ചാത്യർ ആകൃഷ്ടരായി. ഇന്തോ യൂറോപ്യൻ ഭാഷാഗോത്രം എന്ന പരികല്പന സജീവ ചർച്ചാവിഷയമായി. എല്ലാത്തിനും തുടക്കം കുറിച്ചത് വില്യം ജോൺസിൻ്റെ ശാകുന്തള പരിഭാഷ.